വേണമെങ്കിൽ നമുക്ക് പറയാം ഇദ്ദേഹം ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. കൃത്യമായി പരാതി ഇലക്ഷൻ കമ്മീഷൻ എഴുതി കൊടുക്കുക. അവരത് പരിഗണിച്ചില്ല എങ്കിൽ കോടതിയെ സമീപിക്കുക. നമ്മുടെ കോടതി സംവിധാനമൊക്കെ പ്രവർത്തിക്കുന്നത് എത്രത്തോളം പതുക്കെയാണ് എന്നറിയാം. കാരണം ആവശ്യത്തിന് ജഡ്ജിമാരില്ല, അതിനുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തത. ഇപ്പം നീതി കിട്ടുന്നത് ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. അപ്പൊ അത്രയും കാത്തിരിക്കേണ്ടതുണ്ടോ? ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് നേരിട്ട് സമ്മതിക്കാൻ അവകാശമില്ല. ജനങ്ങളുമായി നേരിട്ട് രാഷ്ട്രീയ നേതാക്കൾക്ക് സമ്മതിക്കാനുള്ള അവകാശമില്ലേ? ആ അവകാശം ഉപയോഗിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ജനങ്ങളോട് സമ്മതിച്ചിരിക്കുന്നത്. പക്ഷെ വീണ്ടും ഞാൻ പറയുന്നു, ഈ ഉള്ളടക്കത്തിന് രാഹുൽ ഗാന്ധിയുടെ സംസാരത്തിന്റെ, അത് വെളിപ്പെടുത്തലാകാം, ആരോപണമാകാം, പരിഭവമാകാം, ആ വെളിപ്പെടുത്തലിന്റെ അന്തസത്ത കൃത്യമായി അന്വേഷിക്കേണ്ടതാണ്, ബന്ധപ്പെട്ടവർ അന്വേഷിക്കേണ്ടതാണ്. ഇത് മാധ്യമ വിചാരണ ചെയ്യേണ്ട ഒരു വിഷയമല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇത് മാധ്യമ വിചാരണ ചെയ്യേണ്ട ആവശ്യമല്ല. മാധ്യമങ്ങൾക്ക് പരമാവധി ഈ നിങ്ങൾ എന്നെ കേൾക്കുന്ന ഈ മാധ്യമം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ സംസാരിക്കുന്നത് ജനങ്ങൾക്ക് അവയർനെസ് ഉണ്ടാക്കി ഈ സാഹചര്യങ്ങൾ, ഈ രണ്ട് പക്ഷത്തും വരുന്ന വാദഗതികളുടെ കതിരും പതിരും തെളിച്ചെടുക്കാൻ ഈ പ്രേക്ഷകരെ എക്വിപ്പ് ചെയ്യുക എന്നത് മാത്രമാണ് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത്. അത് സത്യസന്ധമായി ചെയ്യുകയും ചെയ്യുന്നു.